വാണിജ്യ LPG നിയന്ത്രണങ്ങൾ നീക്കിയിരിക്കുന്നു കേന്ദ്രം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ താൽക്കാലിക നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ നീക്കിയിട്ടുള്ളത്. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കത്ത് നൽകിക്കഴിഞ്ഞു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ഇതൊരു പ്രധാനപ്പെട്ട നീക്കമാണ്. ഈ നിയന്ത്രണങ്ങൾ എന്ന് പറയുമ്പോൾ നിലവിൽ അത് ഏതൊക്കെ നിയന്ത്രണങ്ങളാണ് നീക്കിയിരിക്കുന്നത് അതുകൂടി വ്യക്തമാക്കേണ്ടതുണ്ടല്ലോ. വിശദാംശങ്ങൾ. പ്രജിൻ, വാണിജ്യ LPG സിലിണ്ടറുകൾക്ക് അതിന്റെ പ്രധാനമായും ഈ വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളിലാണ് ഇളവുകൾ വരുത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയ സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്ത് അയച്ചിട്ടുണ്ട്. ഈ കത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ താൽക്കാലിക നിയന്ത്രണങ്ങൾ അവ നീക്കാനുള്ള തീരുമാനമാണ് അറിയിച്ചിരിക്കുന്നത്. വാണിജ്യ LPG വിതരണം പ്രതിസന്ധിക്ക് മുമ്പുണ്ടായിരുന്ന നിലവാരത്തിലേക്ക് പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ഇക്കാര്യമാണ് കേന്ദ്രം സംസ്ഥാനങ്ങളെ അറിയിച്ചിരിക്കുന്നത്. പ്രതിസന്ധിക്ക് മുമ്പുള്ള ഉപഭോഗത്തിന്റെ 50% വരെ ബൾക്ക് LPG വിതരണങ്ങൾ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ഈ ദീർഘകാല പരിഹാരമായി PNGയിലേക്ക് മാറുന്നത് തുടരണം എന്നുള്ള നിർദ്ദേശം ഈ ഒരു ഘട്ടത്തിലും ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നേരത്തെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ ഘട്ടത്തെ തുടർന്ന് LPG ക്ഷാമം നേരിട്ട സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ PNGയിലേക്ക് മാറണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നത്. ആ നിർദ്ദേശം ഈ നിലവിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതായി കാണിച്ചുള്ള കത്തിലും ആവർത്തിച്ചിരിക്കുന്നു കേന്ദ്രം എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ആ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അത് വിതരണ മേഖലയിലുള്ള നിയന്ത്രണങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പിൻവലിച്ചിരിക്കുന്നത്. പ്രജിൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.